അങ്ങനെ ജയപ്രകാശ് രശ്മി ദമ്പതികളെ വൈറലാക്കിയ അവരുടെ സ്വന്തം മകൾ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ന്യായീകരണ തൊഴിലാളിയായ മകളുടെ കുറച്ച് സംഭാഷണങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. സത്യം പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ ആ സ്ത്രീ ഇങ്ങനെ ഒരു പിന്തിരിപ്പനും നാർസിസിസ്റ്റും ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കാന്ന് വെച്ചത്. ഇങ്ങനെയുള്ള മക്കളുടെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ലതല്ലേ? അതൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വൈറലിനൊരു ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിപ്പോൾ ഒരു ആണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും നമ്മുടേതായ കുറെ രീതിയിലേക്ക് ആ വീടിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ റൂം, നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ അങ്കിൾ ഇവിടെ വന്നിട്ട് അങ്കിൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തതാണ് ആ ഹോം ടൂറിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ ആ മകൾ കിടന്ന് മെഴുകണത് ശ്രദ്ധിച്ചു. ഒരാണോ പെണ്ണോ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഇത് ആദ്യത്തെ കല്യാണമൊന്നും ഇല്ല കേട്ടോ, അവരുടെ അമ്മയുടെ 2ാമത്തെ വിവാഹമാണ്, ഈ 60-ാം വയസ്സിലെ വിവാഹമാണ്. കയറി ചെല്ലുമ്പോൾ അവരുടെ ആ അങ്കിള് ചെയ്ത നല്ല കാര്യം, അതായത് ഈ അമ്മയുടെ വീട്ടിൽ ഇന്ന മാറ്റങ്ങൾ നമുക്ക് ഇന്നത് വരുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഇഷ്ടത്തിന്, ഈ ആളെപ്പോഴും ആളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആളാണല്ലോ, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ ഹോം ടൂറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്ത്രീ അയാളുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നമ്മൾക്ക് ഇന്നത് വരുത്താം എന്ന് പറഞ്ഞാൽ അയാളുടെ മക്കളോ അയാളോ സമ്മതിക്കുമോ? ഇല്ല. അതുതന്നെയാണ് അതിലെ പ്രധാന കാര്യം. അയാളുടെ എക്സിക്യൂഷൻ അനുസരിച്ച് അയാൾ നടത്തുന്ന കാര്യങ്ങൾ അംഗീകരിച്ചോളണം. അതാണ് ശരിക്കും പറഞ്ഞ ഈ കാര്യം. ഇനി അവർ ഫർദറായിട്ട് പറയുന്നുണ്ട്, അങ്കിള് ഭയങ്കര ജെനുവിനാണ്, ഞാൻ നിനക്ക് ഇന്ന ഫ്രൂട്ട്സ് മേടിച്ചു തന്നില്ലേന്ന് ഞാൻ ഒരിക്കലും അങ്കിൾ അവകാശവാദം ചെയ്യുന്നില്ലല്ലോ എന്ന്. അവരുടെ സ്വന്തം വീട്ടിലാണ് ആ വൈഫ് അവരുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് കുറച്ച് പൈസ കൊടുത്ത് ഒരു പോമഗ്രാനൈറ്റ്, ഒരു ചക്ക, ഒരു മാങ്ങ, ഒരു പഴം അവരുടെ ഫ്രൂട്ട് കൊട്ടയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മകളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഇങ്ങനെയാണെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഇനി ഫർദറായിട്ട് ആ മകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പം സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ, കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രത്യേകിച്ചും രോഹിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്കിളുടെ മൂത്ത മകൻ രോഹിത് ഉള്ളത് പോളണ്ടിലാണ്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത് അങ്കിളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. ഇനി അവർ പറയുന്നത് അവരുടെ അമ്മ കുറേ ഫ്രൂട്ട്സ് കഴിച്ച് ശീലമുള്ള ആളാണ്. സ്റ്റിൽ അവർക്ക് ഒരു ഫ്രൂട്ടിന് പോലും കെഞ്ചേണ്ട ഒരവസ്ഥ, പുതിയൊരു വിവാഹം, 2ാമത് ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിട്ടുള്ളൊരു ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ഭർത്താവിനോട് കെഞ്ചട്ടി വരുന്നതിൻ്റെ ന്യായീകരണമാണ് മകൾ പറയുന്നത്. കാരണം അവരുടെ അമ്മ കിലോ കണക്കിന്, അവരുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ കിലോ കണക്കിന് ഫ്രൂട്ട്സുകൾ ഒറ്റടിപ്പിന് ഇരുന്ന് കഴിച്ചേർന്ന ആൾക്ക് ഇപ്പോൾ ഫ്രൂട്ട് കിട്ടിയില്ല. പക്ഷെ അതിനവർ പറയുന്ന ന്യായീകരണം, അങ്കിളിന് ആ ഫ്രൂട്ട് കഴിക്കാനുള്ള ശീലം ഇല്ലാത്ത ആളാണ്. എങ്കിലും അങ്കിള് വേണമെങ്കിൽ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 ഫ്രൂട്ട് വാങ്ങി വെക്കും, കിലോ കണക്കിനൊന്നും വാങ്ങി വെക്കില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിത്തരാമെന്ന് പറയും. എന്ത് ഗതികേടാണ് അല്ലേ? എന്നാൽ പോലും അങ്കിളിനെ ന്യായീകരിച്ചങ്ങോട്ട് മെഴുകാനായിട്ട് മകൾ മറക്കണില്ല. അതിൻ്റെ റീസൺ കൂടി മകൾ പറയുന്നുണ്ട്. അങ്കിളിന് ഫ്രൂട്ട് ഇഷ്ടമാണ്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. കാരണം അങ്കിളിൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന്. അത് അങ്കിളിൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഫ്രൂട്ട് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് പേഴ്സണൽ ചോയ്സ് ഒന്നും ഇല്ലേ? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, ഈ സ്ത്രീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ അങ്കിളിൻ്റെ പേഴ്സണൽ ചോയ്സ്, അങ്കിളിൻ്റെ മകൻ പറഞ്ഞതിന് പ്രകാരം ഇവർക്ക് ഇവരുടെ അമ്മയുടെ ഒരു വ്യക്തിത്വത്തിനോട് യാതൊരു വക ബഹുമാനവും ഇല്ലേ? ഇനിയും നമുക്ക് കേൾക്കാം. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അങ്കിളിന്. ഇപ്പൊ എനിക്ക് എൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ഈ പറയുന്ന പോലെ ഈ മീറ്റും അങ്ങനത്തെ ഭയങ്കര ഹെവി ഫാറ്റുള്ള കാര്യങ്ങൾ തന്നെ കഴിച്ച് എനിക്ക് മടുത്ത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ സംഭവം നിർത്തി. ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അങ്കിളിന് അത് പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നുണ്ട്. അങ്കിൾ ഹെൽത്തി ആയിട്ടും അങ്കിളിന് ആ ഡയറ്റ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മട്ടൺ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നതിനോ അല്ലെങ്കിൽ രാവിലെ എഗ്ഗ് കഴിക്കുന്നതിനോ അങ്കിളിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കണം. ഒരിക്കൽ പോലും ഇത്രയും ദിവസം, ഇപ്പം എത്രയാ, ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത്
അങ്കിൾ ഒരിക്കലും അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്, അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട, പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഈ അങ്കിളിന് അതാണ് ഇഷ്ടം, അങ്കിളുടെ പേഴ്സണൽ ചോയ്സ്. പക്ഷേ ഞാനിത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീ, അതായത് ഈ മകൾ ഇത് ട്രൈ ചെയ്തിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു. അതന്നെയല്ല ആ വീഡിയോയിൽ ഇരുന്ന് ആ അമ്മ പറഞ്ഞത്, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു, ഞാൻ ഇത്തിരി സോസ് ചോദിച്ചു വാങ്ങിച്ചു തന്നില്ല, ഞാനൊരു ബിസ്ക്കറ്റ് ചോദിച്ചു വാങ്ങിച്ചു തന്നില്ല. ഇതൊക്കെ ഇവരെന്നെയല്ലേ വീഡിയോയിൽ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ പ്രകടിപ്പിച്ചത്. എന്നിട്ട് പറയണം അങ്കിളിൻ്റെ പേഴ്സണൽ ചോയ്സ്. ഒരിക്കൽ പോലും അങ്കിൾ പറഞ്ഞിട്ടില്ല അമ്മോട് നീ ഇങ്ങനെ ഇത് ഫോളോ ചെയ്യണമെന്നും. എന്തിനാ പറയണേ? ഈ സാധനങ്ങൾ മാത്രം വീട്ടിൽ വെച്ചിട്ട് ഒരു വെജിറ്റബിൾ ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, മോരില്ല, തൈരില്ല, ബിസ്ക്കറ്റ് ഇല്ല, സോസ് ഇല്ല. ഇതൊക്കെ ഇവരുടെ അമ്മ തന്നെയാണ് പറയണത്. എന്നാൽ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞ്, അങ്കിൾ ഒരിക്കലും അമ്മോട് പറഞ്ഞിട്ടില്ല ഈ 4 മാസത്തിനിടയ്ക്ക് നീ ഇത് ഫോളോ ചെയ്യണമെന്ന്. എന്തിനാ പറയണേ? പറയാതെ പറഞ്ഞ പോരെ. വിശന്നിട്ട്, അതായത് ഈ സ്ത്രീ വിശന്ന് ഉച്ചതിരിഞ്ഞ് ആഹാരമില്ലാതെ വിശന്നിരുന്നപ്പോൾ പോലും അയാൾ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന്. അയാളുടെ അവരതിന് ന്യായീകരണം കണ്ടെത്തുന്നുണ്ട്. അയാൾക്ക് ഉച്ചതിരിഞ്ഞ് ഭക്ഷണം കഴിച്ച് ശീലമില്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിക്കില്ല അയ്യോ അതിന് വിശക്കില്ലേ. പിന്നെയാണോ നമ്മുടെ സ്വന്തം രണ്ടാമത് കെട്ടിക്കേറി കൊണ്ടുവന്ന ഭാര്യ, 60 വയസ്സായി രണ്ടാമതൊരു ജീവിതം വേണം എന്ന് പറഞ്ഞ് മോഹിച്ചു കൊണ്ടുവന്ന ഭാര്യയ്ക്ക് ഉച്ചതിരിഞ്ഞ് ഇത് എൻ്റെ ശീലം മാത്രമാണ്, അവരുടെ ശീലം അങ്ങനെയല്ല, അവരിഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. അപ്പോഴേക്കും ഈ മകള് പറയണ അങ്കിളിന് അതാണ് ശീലം, അങ്കിൾ ഓക്കെയാണ് ആ ഡയറ്റിൽ, ഇവരൊക്കെ അല്ല. ഈ മകള് ചെയ്തിട്ട് ഇവർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു, ഈ അമ്മയ്ക്കും വൊമിറ്റിംഗ് വന്നു എന്ന് അവരെന്നെയല്ല ഈ വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞത്. അവർക്ക് അത് ശീലമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്കിള് എന്തുകൊണ്ടാണ് ഇത് അനുവർത്തിക്കണേ എന്നുള്ള കാര്യം അടുത്ത അവരുടെ ഡയലോഗിൽ വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് കേട്ടതോ. അങ്കിൾ എല്ലാ ഫുഡും കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, അങ്കിൾ കഴിക്കുകയും ചെയ്യും. ഇപ്പൊ രോഹിതാണ് അങ്കിളിനോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈവൻ അങ്കിളിന്റെ കയ്യിലുള്ള സ്മാർട്ട് വാച്ച് അവിടെ ഇരുന്ന് രോഹിത്തിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം രോഹിത് അങ്കിൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ രോഹിത് അപ്പം വിളിക്കും, ഇത്രയും സ്റ്റെപ്സ് നടന്നില്ലെങ്കിൽ അപ്പം രോഹിത് വിളിക്കും, അല്ലെങ്കിൽ ഫുഡ് എന്താന്ന് കഴിച്ചെന്നുള്ളത് ഈവൻ എവറി ടൈം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോനാണുള്ളത്. അമ്മയ്ക്ക് സ്വന്തമായിട്ട് അമ്മയ്ക്ക് വീടുണ്ട്, അമ്മയ്ക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്കിളുടെ പൈസ വെച്ചിട്ട് ജീവിക്കേണ്ട ഒരാളല്ല അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആ കാർഡ് കൊടുത്ത് അമ്മയ്ക്ക് മേടിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതിലെ യഥാർത്ഥ സത്യം പുറത്തു വന്നത്. അതായത് അങ്കിളിൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് വാച്ചിൽ മോണിറ്റർ ചെയ്തിട്ടാണ് മകനാണ് ഇവരെ കൺട്രോൾ ചെയ്യണത്. മകനാണ് ഈ അച്ഛനെ കൺട്രോൾ ചെയ്യണം. മകൻ്റെ സ്വാധീനം നോക്കണം. നടന്നില്ലെങ്കിൽ വിളിക്കും, ഭക്ഷണം ഇന്നതാണോ കഴിച്ചതെന്ന് ചോദിച്ച് വിളിക്കും. അങ്ങനെ വീഡിയോ മോണിറ്ററിങ്ങും സ്മാർട്ട് വാച്ച് മോണിറ്ററിങ്ങും കൂടി. ഈവൻ അച്ഛനും അമ്മയും കൂടിയിട്ട് ബെഡ്റൂമിൽ എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് വിളിച്ചില്ലല്ലോ എന്ന് ഭാഗ്യം. എന്തിനാണല്ലേ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ബാങ്ക് ബാലൻസ് ഉണ്ട്, പൈസയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ മകള് ഞെളിക്കുന്നുണ്ട്. എന്താ കാര്യം? അതുകൊണ്ട് അവർക്ക് നല്ല ഉപയോഗമുണ്ടോ? അവർ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളുടെ കയ്യിൽ, ഉപയോഗിക്കാനായിട്ട് അനുവദിക്കാത്ത ഒരാളുടെ കയ്യിൽ കിട്ടി. ആ ആളാണെങ്കിലോ സ്വന്തം മകൻ്റെ മോണിറ്ററിങ്ങിൽ ഇത്ര സ്റ്റെപ്സ് നടന്നില്ലേ, ഇന്നത് ചെയ്തില്ലേ, ഇന്നത് ഇതില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്മാർട്ട് വാച്ചിൽ നോക്കി വിളിക്കണ ഒരു മകൻ്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കൈവിട്ടുപോയി. ഒരു പാവം സ്ത്രീ, അവർ ബാക്കിയുള്ള ജീവിതം കപ്പലണ്ടി കുറച്ച് സിനിമ കണ്ടും തൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, നല്ല യോഗയൊക്കെ ചെയ്ത് ഫിറ്റ്നസ്സൊക്കെ ചെയ്ത് പാതി നടക്കേണ്ട ഒരു സ്ത്രീനെ പിടിച്ച് കല്യാണം കഴിച്ച് അവരുടേതായിട്ടുള്ള ആ ജീവിതം അവിടെ കളഞ്ഞു എന്നുള്ളതാണ്. ഇനി നമ്മളുടെ ഇപ്പോൾ ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഏകദേശം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മക്കളുടെ കുട്ടികളെ നോക്കാനായിട്ടിരിക്കുക, അങ്ങനെ ആ ജീവിതം അവസാനിപ്പിക്കുക. ഇതും ഇപ്പോൾ തദൈവ സ്വന്തമായിട്ട് വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഭർത്താവ് കുറേ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും ഒരു രണ്ടാമതൊരു കല്യാണം എന്ന മഹാവിഡിത്തം ചെയ്ത ആ സ്ത്രീ സ്വന്തം ജീവിതം നശിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഇനി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവരുടെ വീട്ടിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ ഇനി അവരുടെ ജീവിതത്തിൽ അയാൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം അതാണ് അയാളുടെ ഒരു രീതി, അയാളുടെ മക്കളുടെ രീതി പോലും അതാണ്. അവരെ അവിടെ ഇരുന്ന് ഇയാളെ കൺട്രോൾ ചെയ്യണം, ഇവരുടെ കൂടെ നടന്ന് ഇവരെ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ കൺട്രോളിങ്ങിന് അടിമപ്പെട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയുടെ കൂടെ പെട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓളം പോലെ ആ ജീവിതം കഴിക്കാനാണ് അവരുടെ വിധി. അതിന് ഏറ്റവും അധികം സന്തോഷമായിട്ട് അമ്മേനെ സാരല്ലേ, അങ്കിളിന് വ്യക്തിത്വമുണ്ട്, അങ്കിളിന് പേഴ്സണൽ സ്പേസ് ഉണ്ട്, അങ്കിളിന് പേഴ്സണൽ ചോയ്സ് ഉണ്ട്, അങ്കിളിൻ്റെ മക്കൾക്ക് അങ്കിളിനെ കൺട്രോൾ ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതൊന്നുമില്ല എന്ന് സ്മാർട്ടായിട്ട് വന്ന് പറയണം. മക്കളുള്ളതാണ് അവരുടെ ഭാഗ്യം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. 4 ആളറിയെ കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ ഞങ്ങൾ അമ്മേനെ.
ഇനി എങ്ങാനും വീട്ടിൽ വന്ന് നിപ്പായാലോ, അപ്പോൾ അങ്കിളേ ശരണം. അതാണ് ഇതിലെ കാര്യം.